ഫെഡ് റിസർവ് ബുധനാഴ്ച പ്രഖ്യാപിച്ച 50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് ശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ടെക് സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. നാസ്ഡാക്ക് 2.5% ഉയരുകയും S&P 1.7%, ഡോ ജോൺസ് 0.80% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡാക്സ് 1.5%, CSE 2.24%, ഫട്സെ 0.90% ഉയർന്ന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ ഇൻഡെക്സ് 2% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. കൊറിയൻ ഇൻഡെക്സ് 1% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അൺഎംപ്ലോയ്മെന്റ് വീക്ക്ലി ക്ലെയിമുകൾ 12,000 ഇടിഞ്ഞ് 2.29 ലക്ഷത്തിലേക്ക് എത്തിയതും അമേരിക്കൻ മാർക്കറ്റിൽ അനുകൂലമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. നിഫ്റ്റി 38 പോയിന്റ് ഉയർന്ന് 25,415 ക്ലോസിംഗ് നൽകി. എന്നാൽ FIS ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. FIS 2,547 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,012 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് IIFL ഫിനാൻസ്. 2024 മാർച്ച് മാസത്തിൽ RBI IIFL ഫിനാൻസിൻ്റെ ഗോൾഡ് ലോണിന് മുകളിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ RBI ഈ റെസ്ട്രിക്ഷൻ നീക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IIFL ഫിനാൻസ് എന്ന കമ്പനിക്ക് ഗോൾഡ് ലോൺ സാങ്ഷൻ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അസൈൻ ചെയ്യുകയും സെക്യൂരിറ്റൈസേഷൻ ചെയ്യുകയും ഒക്കെ ആവാം. ഇത് IIFL ഫിനാൻസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് NTPCയുടെ ഇപ്പോഴത്തെ സബ്സിഡറി കമ്പനി ഒരു ഗ്രീൻ എനർജി IPO കൊണ്ടുവരുന്നു എന്ന ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ NTPC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ NTPCയുടെ ദാർലിപാർലി പ്രോജക്റ്റിൽ 11,131 കോടി രൂപയുടെയും സിപ്പാറ്റ് പ്രോജക്റ്റിൽ 9,791 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിന് കമ്പനി അപ്രൂവൽ ലഭിച്ചു എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ പോസിറ്റീവ് അപ്ഡേറ്റ്. മറ്റൊരു സ്റ്റോക്ക് റിലയൻസ് ഇൻഫ്ര 3,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴിയായിരിക്കും റിലയൻസ് ഇൻഫ്ര ഫണ്ട് റൈസ് ചെയ്യുക. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ MD CEO ആയി V വൈദ്യനാഥനെ അപ്പോയിൻറ്റ് ചെയ്യാൻ RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഫോസിസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമായ ഇൻഫോസിസ് ടോപ്പാസിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി സൊല്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി പോസ്റ്റി എന്ന കമ്പനിയുമായി ചേർന്ന് കൊളാബറേഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഫോസിസ് എന്ന കമ്പനി ഗാലക്സ് ഐ എന്ന സ്പേസ് ടെക് സ്റ്റാർട്ടപ്പിൽ 17 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ടാറ്റ പവർ, അഡാരോ ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനികൾ കോൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ട് ആട്രിബ്യൂഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ആട്രിബ്യൂഷനിൽ അഡാരോ ഇൻ്റർനാഷണൽ $106 മില്യൺ, ടാറ്റ പവർ $230 മില്യൺ ക്ലെയിമാണ് നടത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ ഖാവ്ഡ ഡിസ്ട്രിക്റ്റിലെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സക്സസ്ഫുൾ ബിഡറായി പവർ ഗ്രിഡ് എന്ന കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് പവർ ഗ്രിഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. EMS എന്ന കമ്പനി 400 കോടി രൂപയുടെ ഫണ്ട് QIP വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ലൗണ്ടറി സർവീസ് ബ്രാൻഡായ ക്വിൽക്കോ എന്ന ബ്രാൻഡിനെ ജ്യോതി ലാബ്സ് അക്വയർ ചെയ്തു. ഇത് ജ്യോതി ലാബിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സന്തൂർ മാഗ്നീസ് എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ അയറൺ ഓർ പ്രൊഡക്ഷൻ 0.43 മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും 0.55 മെട്രിക് ടൺ പെർ ആനമായി ഉയർന്നു. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് നിവ ബുപ്പ എന്ന കമ്പനിയുമായി ചേർന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. ഹഡ്കോ പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗിൽ പറയുന്നത് കമ്പനിക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പ്രകാരം 75,000 മുതൽ 1 ലക്ഷം കോടി രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റും ലോൺ അസിസ്റ്റൻസും ലഭിച്ചേക്കാം. അബൌട്ട് ഇന്ത്യ എന്ന കമ്പനി ടെക്കേഡ ഫാർമ എന്ന കമ്പനിയുമായി ചേർന്ന് ചില ഡ്രഗ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നോൺ എക്സ്ക്ലൂസീവ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ജിയോജിത് ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ശ്രദ്ധിക്കാം. കമ്പനി റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചു. ജിയോജിത് ഫിനാൻഷ്യലിൻ്റെ ഓരോ ഷെയറിനും 6 ഷെയറുകളായിരിക്കും റൈറ്റ് ഇഷ്യൂ വഴി നൽകുക. ഷെയറുകൾ 50 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും വിറ്റഴിക്കുക. തോമസ് കുക്ക് എന്ന കമ്പനി ചെന്നൈയിൽ പുതിയ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുണ്ട്.
ഇതുവഴി തോമസ് കുക്കിൻ്റെ ചെന്നൈയിലുള്ള ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളുടെ എണ്ണം 15 ഉയർന്നു. സുല വൈൻയാർഡ് സുല മെർലോട്ട് എന്ന പേരിൽ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. വില 895 രൂപ. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി 3000 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ഹൈ വാല്യൂ അഡ്വാൻസ്ഡ് കാർബൺ മെറ്റീരിയൽ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. ഇത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കോൾഡ് ഫോംഡ് സ്റ്റീൽ ഷീറ്റ് പൈൽസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കോസ്മിക് CRF എന്ന കമ്പനിക്ക് 127 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോസ്മിക് CRF എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്